بسم الله الرحمن الرحيم إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശരീരവും മനസ്സും പരിപൂർണമായും അല്ലാഹുവിനെ സമർപ്പിച്ച ഇബാദത്തുകളിൽ കഴിഞ്ഞ രാവും പകലും അടുത്ത ഒരു വർഷത്തേക്ക് യാത്ര ചോദിക്കാനിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വന്നാൽ ആ അതിഥിയെ എത്ര മാന്യമായിക്കൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുകയും പറഞ്ഞേക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ആ കൂട്ടത്തില് മക്കളൊക്കെ ഉണ്ടെങ്കിൽ വളരെ കെയറിങ് ആയിരിക്കും. കാരണം അവിടെ തിരിച്ചു ചെന്ന് നമ്മളെപ്പറ്റി മോശം പറയാതിരിക്കാൻ മക്കളൊക്കെ അത്ര സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യാം, കൈകാര്യം ചെയ്യാം. പരിശുദ്ധ റമദാൻ എന്ന അതിഥി നമ്മിലേക്കൊരു മാസക്കാലത്തെ യാത്രയ്ക്കു വേണ്ടി നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഇബാദത്തുകളിലേക്ക് കടന്നു വന്നപ്പോൾ ഇനി ആ അതിഥി തിരിച്ച് റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിച്ചെന്ന് നമ്മെപ്പറ്റി എന്തു പറയും എന്നൊരാശങ്ക ഇനിയുള്ള ഓരോ ദിവസങ്ങളും വിശ്വാസികൾക്കുണ്ടാവണം. എന്താണോ നോമ്പ് കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാനെന്ന് അല്ലാഹു തആല പറയുമ്പോൾ ആ തഖ്വ നമ്മൾ നേടിയോ ഇല്ലയോ എന്ന ഒരു ആത്മപരിശോധന ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അതോടൊപ്പം റമദാനിൽ കൂടി അല്ലാഹുവുമായുള്ള ബന്ധം നന്നാക്കുവാനും അതിലൂടെ കിട്ടുന്ന സംസ്കാരവും ധർമ്മബോധവും സൽസ്വഭാവവും നേടാൻ സാധിച്ചോ എന്ന ചോദ്യവും നമ്മൾ സ്വയം മനസ്സിനോടൊന്ന് ചോദിക്കണം. ഈ പരിശുദ്ധ റമദാൻ എനിക്കും നിങ്ങൾക്കും നേട്ടമായിരുന്നോ അതല്ല കോട്ടമായിരുന്നോ? അത് ബോധ്യപ്പെടാൻ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തിയാൽ നമുക്ക് ബോധ്യപ്പെടും ഈ റമദാൻ അത് നമുക്ക് നേട്ടമായിരുന്നു അതല്ല നഷ്ടമായിരുന്നു എന്നുള്ളത്. അതിലൊന്ന്, ഈ റമദാനിന്റെ അനർഘമായ നിമിഷങ്ങൾ പൂർണ്ണമായി നമ്മൾ ഉപയോഗപ്പെടുത്തിയോ അതല്ല അലസമായി കൊണ്ടാണോ കഴിച്ചു കൂട്ടിയതെന്നാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് കണ്ടാൽ മതി. അനുഗ്രഹത്തിന്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നമ്മൾ ചോദിച്ചു വാങ്ങിയവരാണോ? 1000 മാസങ്ങളെക്കാൾ പുണ്യമായ രാത്രി എന്ന് വിശേഷിപ്പിച്ച ആ ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹങ്ങൾ അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതല്ല ഇനി നമ്മൾ അതിനൊരുങ്ങിയോ? പാപമോചനത്തിന്റെ ഈ മാസത്തിലെ പാപങ്ങൾ തന്റെ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് പൂർണ്ണ പാപത്തിൽ നിന്ന് പൂർണ്ണ മുക്തനായി
ആ ഒരു പാപമോചനം നമ്മൾ സ്വന്തമാക്കിയോ എന്നൊരു ചോദ്യം നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കാം. അതല്ല, ഒരു പരിശുദ്ധ റമദാൻ ജീവിതത്തിൽ വന്നു കിട്ടിയിട്ട് പാപങ്ങൾ കഴുകിക്കളയാൻ സാധിക്കാത്ത മനുഷ്യൻ നരകത്തിലേക്ക് കൂപ്പുകുത്തി മൂക്കുകുത്തി നശിക്കട്ടെ എന്ന ജിബ്രീലിന്റെ ശാപപ്രാർത്ഥനയിൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഉൾപ്പെട്ടവരാണോ? നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന ഈ മാസത്തിൽ നരകമുക്തി നമുക്ക് സാധ്യമാക്കാൻ പറ്റിയിട്ടുണ്ടോ? സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു വെച്ച ഈ മാസത്തില് സ്വർഗത്തിന്റെ അവകാശിയായി മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊരു ആത്മതൃപ്തി നമ്മുടെ മനസ്സിൽ ലഭിക്കുന്നുണ്ടോ? പിശാചിനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഈ മാസത്തില് ആജീവനാന്ത ശത്രുവായ പിശാചിനെ പരാജയപ്പെടുത്താനുള്ള പരിശീലന കളരിയിൽ എത്രമാത്രം ഞാനും നിങ്ങളും മുന്നോട്ട് പോയി ഹൃദയവും ചിന്തയും പരിശുദ്ധമാകുന്ന ഈ മാസത്തിൽ നമ്മുടെ ശരീരത്തെ സുഹൃതങ്ങൾ ചെയ്ത് മെരുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ശരീരത്തെയും മനസ്സിനെയും റബ്ബിന് തൃപ്തിയുള്ള മാർഗത്തിൽ തിരിച്ചുവിടാൻ ഈ ഒരു റമദാനിലെ ഇത്രയും നോമ്പുകൾ കൊണ്ട് കരുത്ത് നമ്മൾ നേടിയോ? യഥാർത്ഥത്തില് പ്രിയമുള്ളവർ, ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ എന്തു നേടി? കഴിഞ്ഞ വർഷത്തെ റമദാനിനേക്കാൾ എന്തൊരു ചൈതന്യമാണ് ഈ ഒരു റമദാനിൽ നമുക്ക് നേടാൻ സാധിച്ചത് എന്ന ചോദ്യം, ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം നാം കണ്ടെത്തുമ്പോഴാണ് വരാനിരിക്കുന്ന ശവ്വാൽ 1 ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ ഞാനും നിങ്ങളും അർഹരാണോ അല്ലയോ എന്ന് നമുക്ക് ബോധ്യപ്പെടാം. കാരണം പ്രിയമുള്ളവരെ, ഈ പ്രതിഫലങ്ങളൊക്കെ വാരിക്കൂട്ടിയ ആ നിലക്ക് നോമ്പെടുത്ത ആളുകൾക്കേ പെരുന്നാളുള്ളൂ. അല്ലാത്തവന് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അവകാശമല്ല. പെരുന്നാളിന് ഉടുക്കാനുള്ള വസ്ത്രം നമ്മൾ വാങ്ങി, ധരിക്കാനുള്ള കാലിനും ധരിക്കാനുള്ള ചെരുപ്പ് നമ്മൾ വാങ്ങി, ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി നമ്മൾ. പ്രിയപ്പെട്ടവരെ, ആഘോഷിക്കാനുള്ള അർഹത, നമ്മൾ വാങ്ങിവെച്ച ആ പുതുവസ്ത്രം അത് അണിയാനുള്ള അർഹത, നമ്മൾ കാലിൽ അണിയാൻ വാങ്ങിയ ചെരുപ്പ് ധരിക്കാനുള്ള അർഹത എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് പ്രിയമുള്ളവരെ മനസ്സിനോട് നമ്മൾ ആത്മാർത്ഥമായി നമ്മളൊന്ന് ചോദിക്കേണ്ടതുണ്ട്. സാധ്യമായിട്ടില്ല എന്ന തോന്നലുണ്ടെങ്കിൽ ഇനിയും 2-3 ദിവസങ്ങൾ നമുക്ക് മുന്നിൽ ബാക്കിയാണ്. വിട പറയുന്ന റമദാൻ പ്രിയമുള്ളവരെ ഒരു മാറ്റത്തിന്റെ കലാലയമായിരുന്നു. ഇതിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? നല്ല ഉറക്കവും ക്ഷീണവും നമുക്കുണ്ട്. അതിനെ വകവെക്കാതെ 5 നേരത്തെ ഫർള് ജമാഅത്തും അതേപോലെ തന്നെ സുന്നത്തുകളും തറാവീഹും ഖിയാമുൽ ലൈലും ഈമാനോടെയും ഇഹ്തിസാബോടെയും നിസ്കരിക്കാൻ, എത്ര നമസ്കാരങ്ങൾ ആ രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചു എന്നൊരു ചോദ്യം. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമായിരുന്നില്ലേ പരിശുദ്ധ റമദാൻ? എങ്കിൽ പ്രിയമുള്ളവരെ, ഈ റമദാനിൽ ഞാനും നിങ്ങളും ആ ഖുർആനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? എത്ര ആയത്തുകൾ നമ്മൾ പഠിച്ചു? ഈ ഒരു ഞായറാഴ്ചയോടുകൂടി 30 ജുസും ഓതി തീർക്കുവാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും സാധിക്കുമോ ഇല്ലയോ എന്ന ഒരു ചോദ്യം ഈ പരിശുദ്ധ റമദാൻ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കി പ്രിയമുള്ളവരെ നമ്മളൊക്കെ മനസ്സിനോട് ചോദിക്കണം. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഈ ഖുർആൻ നമുക്ക് അനുകൂലമായി നാളെ പരലോകത്ത് സാക്ഷി പറയുമോ എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കാം. ഇല്ല എന്ന തോന്നലുണ്ടെങ്കിൽ ഇനിയും സഹോദരങ്ങളെ ബാക്കിയുണ്ട്, ഓതി തീർക്കാൻ നമുക്ക്. പ്രിയമുള്ളവരെ, അടുത്ത ഒരു റമദാനിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ, ഈ മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുന്ന, സൊഫുകളിലിരിക്കുന്ന ഞാനോ നിങ്ങളോ 6 അടി മണ്ണിലായിരിക്കും, ഖബറിലായിരിക്കും. ഇനിയൊരു റമദാൻ ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല എങ്കിൽ, ഈ റമദാനിനെ തന്നെ നമുക്ക് പാപങ്ങൾക്കും അശ്രദ്ധകൾക്കും മനസതകൾക്കും പരിഹാരമായിട്ടില്ല എങ്കിൽ, ഗഫൂറും തവ്വാബും റഹീമുമായ റബ്ബിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി 2 കരങ്ങളും ഉയർത്തി ഇസ്തിഗ്ഫാർ നടത്തിയില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു റമദാൻ നമുക്ക് തീരാ നഷ്ടമായിരിക്കും.
നടത്താത്തവർക്ക് ഇനിയും അവസരങ്ങൾ ബാക്കിയുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയിലും കർമ്മങ്ങളിലും നമുക്കുണ്ടായ ഉത്സാഹവും താല്പര്യവും റമദാനിന് ശേഷമുള്ള ജീവിതത്തിലും പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം. റമദാനിൽ മാത്രം മുത്തഖി എന്നതല്ല, ജീവിതത്തിലുടനീളം ആ ഒരു തഖ്വ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തീർച്ചയായും അള്ളാഹു തഖ്വ പാലിക്കുന്നവരുടെ അതേപോലെ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരുടെയും കൂടെയായിരിക്കും അള്ളാഹു തആല ഉണ്ടാവുക. ഒരു മാറ്റത്തിന് പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറാകണം. അള്ളാഹുവിന്റെ പരലോക വിചാരണ വരുന്നതിന്റെ മുമ്പ് സ്വയം ഒരു വിചാരണ നമ്മളൊക്കെ നമ്മുടെ നഫ്സിനോട് നമ്മൾ നടത്തുക. ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, നിങ്ങൾ സ്വയം ഒരു വിചാരണ ചെയ്യുക. അള്ളാഹുവിന്റെ പരലോകത്തെ വിചാരണ വരുന്നതിന്റെ മുമ്പ് നമ്മൾ നമ്മുടെ നഫ്സിനോടൊന്ന് ഒരു ആത്മവിചാരണ സഹോദരങ്ങളെ നടത്തേണ്ടതുണ്ട്. എങ്കിൽ അള്ളാഹു നമ്മുടെ നഫ്സിനെ അള്ളാഹു തആല മാറ്റിത്തരും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ സ്വയം മാറാൻ തയ്യാറില്ലേ, അള്ളാഹു നിങ്ങളെ മാറ്റൂലെന്ന്. സ്വയം മാറണമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ഹൃദയത്തെ മാറ്റിത്തരും. അതുകൊണ്ട് റമദാനിൽ നേടിയ തഖ്വ നഷ്ടപ്പെടാതെ സഹോദരങ്ങളെ സൂക്ഷിക്കുക. ആ ഒരു ഒരുക്കത്തിന്റെ ഗോതയിൽ നിന്നും നമ്മൾ ആർജിച്ചെടുത്ത ചൈതന്യം നിലനിർത്തലാണ് പ്രിയമുള്ളവർ അതിപ്രധാനമായിട്ടുള്ളത്. കാരണം അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുക തഖ്വയുള്ള ആളുകളിൽ നിന്നാണ്. അഥവാ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അയാൾ തഖ്വയുള്ള ആളാകണം. പരിശുദ്ധ റമദാനിന്റെ ഉദ്ദേശം പ്രിയമുള്ളവരെ തഖ്വയായിരുന്നു. ഈ റമദാനിലെ നോമ്പ്, നമ്മൾ കൊടുത്ത സ്വതക്ക, നമ്മുടെ ഖിയാമുൽ ലൈൽ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കാനുള്ള മാനദണ്ഡം പ്രിയമുള്ളവരെ തഖ്വയാണ്. അതാണ് ഇന്നമാ യതഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ നിന്ന് അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ. ഒരു മാസം പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ ചൈതന്യം പ്രിയമുള്ളവരെ വീണ്ടും തിന്മ ചെയ്ത് തൊലച്ചാൽ, നെയ്തുണ്ടാക്കിയ ബലവത്തായ കയറിനെ പിരിച്ചുടച്ചു കളഞ്ഞ കിയവിയായ മക്കയിലെ ഭ്രാന്തി പെണ്ണിനേക്കാൾ പരിതാപകരമായിരിക്കും നാളെ പരലോകത്ത് നമ്മുടെ അവസ്ഥ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഒരു ഭ്രാന്തി പെണ്ണിനെ കുറിച്ച് പറയുന്നു. മക്കയിലെ ഒരു ഭ്രാന്തി പെണ്ണിനെ കുറിച്ച് ഖുർആൻ പറയാ, വലാ തകൂനു കല്ലതീന നഖലതു അസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസാ. നല്ല ഉറപ്പോടെ നല്ല കട്ടിയിൽ അതാ കയറു വിരിച്ചുണ്ടാക്കി പിന്നീട് ആ പിരികൾ മുഴുവൻ അഴിച്ചു നശിപ്പിക്കുന്ന ഒരു സ്ത്രീയെ പോലെ, ആ ഭ്രാന്തി പെണ്ണിനെ പോലെ നിങ്ങളാകാൻ പാടില്ല. മക്കയിലെ ഒരു ഭ്രാന്തിയായൊരു സ്ത്രീ അത് കയറിങ്ങനെ നെയ്തുണ്ടാക്കിയാണ്. നല്ല ബലവത്തായ കയറിങ്ങനെ നെയ്തുണ്ടാക്കി എല്ലാം കഴിഞ്ഞ് അവസാനം അത് പിരിച്ചിങ്ങനെ ഉടച്ചു കളയുന്നു. പരിശുദ്ധ റമദാനില് പ്രിയപ്പെട്ടവരെ നമ്മള് ചെയ്ത ഓരോ നന്മകളും പരിശുദ്ധ റമദാൻ തീരുന്നതോടുകൂടി അതൊക്കെ പെരുന്നാളിന്റെ ദിവസം അതിന്റെ പിറ്റേന്നൊക്കെ ഉടച്ചു കളഞ്ഞാല് വിശുദ്ധ ഖുർആൻ ഉപമിച്ചത് ഈ മക്കയിലെ ഭ്രാന്തി പെണ്ണിനോടാണ്. ഒരു മാസം കഷ്ടപ്പെട്ട് വ്രതമനുഷ്ഠിച്ചിട്ട് എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചു കളയുന്നവരായി പ്രിയമുള്ളവരെ നമ്മൾ മാറരുത്. റമദാൻ കഴിയുന്നതോടെ വീണ്ടും ആ പഴയ തിന്മയിലേക്ക് നമ്മൾ മടങ്ങുന്നുവെങ്കിൽ ഈ റമദാൻ പ്രിയമുള്ളവരെ നമുക്ക് നഷ്ടമാണ്. റമദാനിൽ തുടങ്ങിയ നന്മകൾ മുന്നോട്ടുള്ള ജീവിതത്തിലും തുടരാൻ നമുക്ക് പറ്റണം. പരിശുദ്ധ റമദാനിൽ ജമാഅത്തുകൾക്ക് കൃത്യമായൊരു കണിശത കാണിച്ച ആളുകൾ, പല ആളുകളും പിന്നെ റമദാൻ കഴിഞ്ഞാൽ പരിസരത്ത് കാണൂല. സുന്നത്ത് നമസ്കാരങ്ങളില് വളരെ ആവേശം കാണിച്ചിരുന്ന ആളുകൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല. എത്ര നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം നിർവഹിച്ച ആളുകൾ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാവും. പരിശുദ്ധ റമദാനിൽ മാത്രം നിർവഹിക്കാനുള്ളതല്ല ദുഹാ നിസ്കാരം, അതെല്ലാ കാലത്തും ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്.
രാവിലെ ഒരാള് സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കാരം കഴിഞ്ഞ അയാൾ ദിക്റുകളിൽ മുഴുകി സൂര്യൻ ഉദിച്ചുയരുന്നതുവരെ പള്ളിയിൽ തന്നെ ദിക്റുകളും ദുആകളുമായിട്ട് അയാൾ ഇരുന്ന് 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ അയാൾക്ക് ഹജ്ജും ഉംറയും ചെയ്ത കൂലിയ. നിർവഹിച്ച ആളുകൾ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാവും. അത് റമദാനിൽ മാത്രം ചെയ്യാനുള്ളതല്ല. ഹജ്ജും ഉംറയും പൂർണ്ണമായുന്ന താമത്തുൻ താമ എന്ന് പ്രവാചകൻ ഹജ്ജും ഉംറയും ചെയ്ത പൂർണ്ണ കൂലി അയാൾക്ക് ലഭിക്കും. സ്വതക്കകള് പരിശുദ്ധ റമദാനിൽ മാത്രമുള്ളതല്ല. വിശുദ്ധ ഖുർആനിന്റെ പാരായണം റമദാനിൽ മാത്രമല്ല. എന്തൊക്കെ നന്മകൾ നമ്മൾ തുടങ്ങിയോ അതൊക്കെ ജീവിതത്തിൽ തുടരാൻ, നമ്മുടെ മരണം വരെ തുടർന്നു പോകാൻ നമുക്ക് പറ്റണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിലെ നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ സ്വതക്കയും നമ്മുടെ ഖുർആൻ പാരായണങ്ങളും നമ്മിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? പണ്ഡിതന്മാർ 4 കാര്യങ്ങൾ പറഞ്ഞു. 4 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളെ ഈ കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഒന്ന് പറഞ്ഞെന്താ അറിയോ? ഒന്ന് പറഞ്ഞത് അയ്യജിദ ഖൽബുഹു അഖ്റബു ഇലല്ലാഹ്. ഈ റമദാനിൽ ശേഷവും എന്റെയും നിങ്ങളുടെയും ഖൽബ്, മനസ്സ് അള്ളാഹുവിലേക്ക് പരിപൂർണമായി അടുത്തിട്ടുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുക. ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ഈ നോമ്പ് വെറുതെ. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞു ഈ റമദാനിന് ശേഷം അള്ളാഹുവിനുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സ് വരുന്നുണ്ടോ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ റമദാൻ കഴിഞ്ഞാട് നമ്മുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെട്ടു എന്നാണ്. മൂന്നാമത് പറഞ്ഞത് റമദാനിൽ ചെയ്തുകൊണ്ടിരുന്ന നല്ല നല്ല കാര്യങ്ങൾ, ഖുർആൻ പാരായണം, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, വിത്ർ, ദുഹാ നിസ്കാരം, ഇശ്റാഖ് നമസ്കാരം, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ടോ അതൊക്കെ നന്മയായി ഒരാളെ ഈ റമദാനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ ആ കാര്യങ്ങളൊക്കെ റമദാനിന് ശേഷവും ചെയ്യാൻ അയാളെ മനസ്സ് തോന്നുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത നോമ്പും നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ സ്വതക്ക, നമ്മുടെ തറാവീഹ് എല്ലാം അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുക. ഇല്ലേ, അതൊന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. നാലാമത് പറഞ്ഞത് അല്ലാ യഊദ ഇല ദുനൂബില്ലതി താബ ഫീഹാ മിൻ റമദാൻ. റമദാനിൽ നമ്മൾ തൗബ ചെയ്തു മടങ്ങിയ ഏതെങ്കിലും ഒരു തിന്മയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മനസ്സ് നിനക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, റമദാനിൽ തൗബ ചെയ്ത തെറ്റിലൊക്കെ നല്ല ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങിയയാള് റമദാൻ കഴിഞ്ഞ് വീണ്ടും ആ തിന്മ ചെയ്താൽ നിന്റെ തൗബ വെറുതെ. ആ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അല്ല, ഇനി ആ തെറ്റിലേക്ക് പോകാൻ അയാൾക്ക് ഭയമുണ്ട്, ആ തിന്മയെ തൊട്ട് അയാൾ നല്ല ബേജാറാണ് എങ്കിൽ നിന്റെ നോമ്പും നിന്റെ തൗബയൊക്കെ അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എന്ന് നമ്മളെടുത്ത അമലുകൾ സ്വീകരിച്ചോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള വളരെ എളുപ്പമുള്ള മാർഗം പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നു. പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ജമാഅത്ത് നമസ്കാരത്തിലേക്ക് കൃത്യമായി വന്ന നമുക്ക് അത് റമദാനിന് ശേഷവും തുടരാൻ സഹോദരൻ നമ്മുടെ മനസ്സനുവദിക്കണം. റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ച് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റണം. ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതാൻ പറ്റണം. അത് അനുവദിക്കുന്നുണ്ടോ, അതിന് മനസ്സ് സമ്മതിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടോ എങ്കിൽ നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചു എന്നർത്ഥം. പരിശുദ്ധ റമദാനിന്റെ പകൽ സമയത്ത് അല്ലാഹു ഹലാലാക്കിയ ഭാര്യയിൽ നിന്ന് ക്ഷമയോടുകൂടി വിട്ടുനിന്ന നീ റമദാനിന് ശേഷം ഹറാമിന് കാണില്ലെന്നും കേൾക്കില്ലെന്നും വ്യഭിചാരത്തിന്റെ ഒരു അംശം പോലും എന്റെ ജീവിതത്തിൽ വരില്ല എന്ന് ഉറപ്പുണ്ടാക്കിയാൽ നിന്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുക. റമദാനിന്റെ പകൽ സമയത്ത് വിശപ്പും ദാഹവും ക്ഷീണവും അനുഭവപ്പെട്ടിട്ടും ക്ഷമയോടെ ആ മഗ്‌രിബിന്റെ ബാങ്കിന്റെ സമയം വരെ കാത്തിരുന്ന നമ്മൾ റമദാനിന് ശേഷം പ്രിയമുള്ളവരെ എത്ര വിശന്നാലും ശരി, പട്ടിണി കിടക്കേണ്ടി വന്നാലും ശരി,
വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മണ്ണും ഇലയും ഭക്ഷിക്കേണ്ടി വന്നാലും ഹറാമിന്റെ ഒരു അംശം പോലും ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് ഉറപ്പ്, എന്റെ കുടുംബത്തിന് ഞാൻ അത് ഭക്ഷിപ്പിക്കൂലാന്ന് ഒരു ഉറപ്പുണ്ടാക്കിയാലേ നിന്റെ നോമ്പ് അള്ളാഹു കബൂലാക്കി എന്ന് നീ മനസ്സിലാക്കുക. പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങളുണ്ട്, മുട്ടുകൾ മടക്കാൻ സാധിക്കൂല. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഖിയാമുൽ ലൈലും തറാവീഹും നിസ്കരിച്ചവർക്ക് റമദാനിനു ശേഷം പ്രിയമുള്ളവരെ ചുരുങ്ങിയത് ഇശാഇന്റെ ശേഷം ഒരു റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കാൻ പറ്റണം. ഒരു റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കാം. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടോ? ഇതൊക്കെ ആ ഖിയാമുൽ ലൈലൊക്കെ അള്ളാഹു ആ തറാവീഹൊക്കെ പടച്ചോൻ നമ്മളിൽ നിന്ന് സ്വീകരിച്ചു എന്ത് ചെയ്യാം, നമ്മളോട് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ഒരു മാസത്തെ വ്രതദിനങ്ങൾ നമുക്ക് നേടിത്തന്ന ധാരാളം നന്മകൾ, അത് പ്രിയമുള്ളവർ ഈ ഒരൊറ്റ മാസത്തോടുകൂടി അവസാനിപ്പിക്കാനോ നശിപ്പിക്കാനുള്ളതല്ല, അത് തുടർന്നു പോകണം. ഏതുവരെ? എന്റെയും നിങ്ങളുടെയും അവസാനം വരെ, തൊണ്ടയിൽ ശബ്ദമെത്തുന്നത് വരെ നന്മയുടെ ഗോതയിൽ സഹോദരങ്ങളെ നാം മുന്നേറുക. പല കുതന്ത്രങ്ങളുമായി നമ്മുടെ മുന്നിലും നമ്മുടെ പിന്നിലും നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും പിശാചുണ്ട് എന്ന ബോധം വലവിരിച്ച് ആ പിശാചു നമ്മളെ കാത്തിരിക്കുകയാണ്. അവന്റെ ചങ്ങലയിൽ, അവന്റെ ആ വലയിൽ ചാടാതിരിക്കുവാനുള്ള മാർഗമാണ് പ്രിയമുള്ളവരെ തഖ്വ എന്ന് പറയുന്നത്. അത് റബ്ബിനെ കുറിച്ചുള്ള സ്മരണയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവരെ പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധനവും അവർക്ക് ബാധിച്ചാൽ അവർക്കതാ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് ഓർമ്മ വരുന്നതാണ്. അപ്പോ ഫഇദാ ഹും മുബ്സിറൂൻ, അവർ ഉൾക്കാഴ്ചയുള്ളവരായിട്ട് മാറുന്നു. തഖ്വ പാലിക്കുന്ന ആളുകൾ പിശാചിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു ദുർബോധനം അവർക്ക് ബാധിച്ചാല് അവിടെ അള്ളാഹനെ ഓർക്കും, അവിടെ ദിക്റുകളിലും ദുആകളിലും അവർ മുഴുകുകയാണ്. അതുകൊണ്ട് ജഡികേച്ഛകളെയും പൈശാചിക പ്രലോഭനങ്ങളെയും മറികടക്കാനുള്ള ഫലപ്രദമായ മാർഗം പ്രിയമുള്ളവരെ തഖ്വയും ദിക്റുള്ളയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ തുഅതിക്. ഒക്കെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ്. ജീവിതത്തിൽ പ്രിയമുള്ളവർ നിരന്തരമായി ഞാനും നിങ്ങളും ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട പ്രാർത്ഥന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക ഇങ്ങനെ നിരന്തരമായി പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിക്കണേ. ആരാ പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹിയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുക, പ്രവാചകന്റെ ഭാര്യ ചോദിക്കുകയാണ്, നബിയെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം? അല്ല, ദീനില് എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണമെന്ന്, ഈ ദീന് കൊണ്ടെന്ന് ഇത്രയും ദീനിലെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് താങ്കൾ എന്തിനാ പ്രവാചകർ എങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്? പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണെന്ത്? ഒരു മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. അത് നന്നാക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അള്ളാഹു അയാളെ ഹൃദയം നന്നാക്കി തരും. അത് മോശാക്കണമെന്ന് തീരുമാനിച്ചാലോ അള്ളാഹു അതിനെ മോശാക്കിയിട്ട് മാറ്റും. അതുകൊണ്ട് ഹൃദയം പ്രിയമുള്ളവർ ഏതു സമയത്തും ചാഞ്ചല്യുണ്ട്. ഇതിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം ഇന്നമാ സുമ്മിയ മൻ തഖല്ലുബഹു എന്നാണ്. എന്തിനാ ഖൽബ് എന്ന് പേരെടുത്തത്? അതിന്റെ അർത്ഥം തന്നെ മാറി മറയുന്നതിനാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കൊടുക്കും അല്ലെ? റമദാനിന്റെ ഒരു തഖ്വീകാരം, റമദാൻ കഴിഞ്ഞ വേറെ തഖ്വ ഉണ്ടാകുക. ഒരു നന്മ അല്ലെ, നന്മ കേൾക്കുമ്പോ തഖ്വ കൂടും. ഒരു തിന്മയുടെ സാഹചര്യത്തിൽ എത്തിപ്പെട്ടാല് നമ്മൾ ആ തഖ്വയ്ക്കാണ് മറക്കും. എപ്പോഴും മനസ്സു മാറാം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഇന്നർ റജുല ലയഅമലു സമാനു തവീല. ചില മനുഷ്യന്മാർ കുറെ കാലം ഇങ്ങനെ അമല് ചെയ്യും. എന്താ അമല്? ബി അമാലി അഹ്ലിൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങളായിട്ട് കുറെ കാലം ഇങ്ങനെ ജീവിക്കും. സുമ്മ യഖ്തിമുല്ലാഹു ലഹു അമലഹു ബി അമാലി അഹ്ലിൻ നാർ ഫയജ്അലുഹു മിൻ അഹ്ലിൻ നാർ. അയാൾ അവസാനം കുറെ കാലം നന്മ ചെയ്ത് ജീവിച്ച മനുഷ്യന് അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്യും? അയാള് തിന്മ ചെയ്യും. അയാളെ പര്യവസാനം ആ തിന്മ ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാകുക.
അത്രയും കാലം അയാൾ ചെയ്ത അമലുകൾ മുഴുവൻ അതോടുകൂടിയാണ് ബാത്തിലാവും. അഥവാ സ്വർഗത്തിന്റെ ആളായി കുറെ കാലം ജീവിച്ച മനുഷ്യന് അവസാനം ആ തിന്മ ചെയ്തുകൊണ്ട് മരിക്കുമ്പോൾ മിൻ അഹ്ലിന്നാർ, അയാൾ നരകത്തിന്റെ അവകാശിയായിട്ടാണ് മാറുന്നത്. അത് മനസ്സെന്ത് ചെയ്യും? മനസ്സ് ഏതു സമയത്തും സഹോദരങ്ങളെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈമാനാകുന്ന കയറുകൊണ്ട് ഭദ്രമായി നമ്മുടെ ഹൃദയത്തെ കെട്ടിയിടാൻ നമുക്ക് പറ്റണം. അതിന് ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിൽ നേടിയെടുത്ത തഖ്വയും ഊർജവും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അല്ലാഹു ഈ നോമ്പിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാബുർ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.